ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ചെറിയൊരു ഫങ്ഷന് പോകുന്ന വീഡിയോ ആണ്. ഇന്ന് ഫ്രൈഡേ ആണ്, കുട്ടിക്ക് സ്കൂളിലുണ്ട്. പക്ഷേ ഇന്ന് ലീവാക്കി. കാരണം എൻ്റെ അനിയത്തിൻ്റെ മോൻ്റെ സുന്നത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ഫസ്റ്റ് ജുമ്മയാണ്. അപ്പോൾ ലീവാക്കാണ്ട് നിവർത്തിയില്ല. അപ്പോൾ ഇന്ന് സ്കൂളിൽ അയച്ചിട്ടില്ല കുട്ടികളെ. അങ്ങനെ ഇതാ നമ്മളൊരു 11 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവിടെ പള്ളി പോകുന്നതിന് മുമ്പേ എത്തണമല്ലോ. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ മോനക്കൊരു ചെറിയ ഗിഫ്റ്റ്, ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങണം. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ചക്കരക്കല്ല ഷോപ്പിൽ തന്നെ പോയിട്ട് വാങ്ങാമെന്ന് കരുതി. അങ്ങനെ നമ്മളെ അടുത്തുള്ള ചക്കരക്കല്ലുള്ള ഫാമിലീസിലാണ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ എനിക്ക് ഒന്നും അങ്ങനെ ഇഷ്ടമാകുന്നില്ല കേട്ടോ. ഒന്നാമത് എനിക്ക് ചിലപ്പോൾ ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് ആൺകുട്ടികളെ ഡ്രസ്സ് എടുക്കാൻ അങ്ങനെ അറിയാത്തതുകൊണ്ടായിരിക്കും. കാരണം ഞാൻ അധികം പെൺകുട്ടികളതല്ലേ വാങ്ങുന്നത്. അപ്പോൾ ഞാൻ കുറേ ഷർട്ട് എല്ലാം നോക്കി, എനിക്കൊന്നും ഇഷ്ടമാകുന്നില്ല. അങ്ങനെ ഞാൻ അവരോട് ചോദിക്കല, നല്ല കളക്ഷൻസ് ഒന്നും ഇല്ലേ? അപ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനെ ഓണായതുകൊണ്ട് ഓണത്തിൻ്റെതൊന്നും വന്നിട്ടില്ല, വരുന്നേ ഉള്ളൂ. ഇങ്ങനെ മട്ടന്നൂരും അങ്ങോട്ടെല്ലാം കൂത്തുറമ്പെല്ലാം വന്നിട്ടുണ്ട്, ഇവിടെ എത്തുന്നേ ഉള്ളൂ എന്നല്ല ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഷർട്ടിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടോ ടീഷർട്ടിലേക്കാക്കി. അങ്ങനെ അതിൽ നിന്ന് എനിക്കും ഇക്കാക്കും ഇഷ്ടമുള്ള ഒരു പീസ് കിട്ടിയിട്ടുണ്ട്. നോക്കുമ്പോൾ ടീഷർട്ട് ഇഷ്ടമായി കേട്ടോ, അതൊന്ന് സെറ്റായി. പക്ഷേ അതിനുള്ള പാൻറ് നമ്മൾ 2-3 കുറേ വെച്ച് നോക്കിയേ. ജീൻസ് എന്നാ മാച്ചാവുക അങ്ങനെയല്ലോ. എനിക്ക് സത്യം പറഞ്ഞാലേ ഒന്നും എനിക്ക് നോക്കാൻ മനസ്സിലാവുന്നില്ലേ. എൻ്റെ മക്കൾക്ക് ഞാൻ വേഗം നല്ല ഇത് നോക്കിയിട്ട് എടുക്കലുണ്ട്. ഇത് ഞാൻ ഇക്കാനോട് പറയലേനു, ഇത് എൻ്റെ ഇതിൽ പെട്ടതല്ല, നിങ്ങൾ തന്നെ നോക്കിയെടുത്തോ എന്ന് പറഞ്ഞ്. എന്താണെന്നറിയില്ല, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒന്നും സെലക്ട് ചെയ്യാനൊന്നും തിരിയുന്നില്ല. അങ്ങനെ ഇതാ നമ്മൾ അവിടെ നിന്ന് വിട്ടിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ പോകേണ്ടത് കണ്ണൂരാണ്. എൻ്റെ അനിയത്തിൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കണ്ണൂരാണ്. അപ്പോൾ പോകുന്ന പോക്കിന് ഇതാ റെയിൽവേ ഗേറ്റ് അടിച്ചിട്ടുണ്ട്. ട്രെയിന് പോകുന്നതുകൊണ്ട് ഇവിടെ കുറച്ച് നേരം നമ്മളിങ്ങനെ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ പിള്ളേരിങ്ങനെ ഷെമീർഖാനോട് തമാശ എല്ലാം കളിക്കില്ല, എന്തല്ലോ ഇങ്ങനെ കളിക്കുന്നേരം ഞാനിങ്ങനെ വെറുതെ ഷൂട്ട് ചെയ്താ. പിന്നെ കുറച്ച് സമയം അങ്ങനെ ഇരുന്ന്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ വലിയ ലോറി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാം ചൂണ്ടിക്കാട്ടിയിട്ട് എന്തല്ലോ ചെറിയ മോൾ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. എൻ്റെ മോന് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ആട്ടാ സുന്നത്ത് പരിപാടി കഴിഞ്ഞ ഇതാന്ന് എൻ്റെ അനിയത്തിൻ്റെ മോന്. ഷമീർഖാനോട് പറയുന്നത് ഞാൻ മരുന്നെല്ലാം കുടിച്ചിന്, ഞാൻ മരുന്നെല്ലാം കുടിക്കലുണ്ട്. അത് സുന്നത്ത് കഴിഞ്ഞതിന് ശേഷവും ഇവന് മരുന്നൊന്നും അങ്ങനെ കുടിക്കുന്നില്ലേനു. അപ്പോൾ നമ്മൾ കാണാൻ പോയാലോ അനിയത്തി എൻ്റെ ഇക്കാൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ മൂത്താപ്പ പറയുമോ മരുന്ന് കുടിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഈ ഷമീർ നമ്മൾ കേരിയ വാർഡന് പറയുന്നത് നമ്മൾ മരുന്ന് കുടിച്ചിന്, ഞാൻ മരുന്നെല്ലാം കുടിക്കലുണ്ട് അങ്ങനെയാണ് പറയുന്നത്. പിന്നെ ആൾ ഭയങ്കര ത്രില്ലിലാണ്, കുറേ ഗിഫ്റ്റെല്ലാം കിട്ടുന്നതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഭയങ്കര ചമ്മലാണ്. അങ്ങനെ എല്ലായിടത്തും ഗിഫ്റ്റ് കിട്ടിയ സന്തോഷവും പിന്നെ എൻ്റെ മക്കളെയും ഇവരെല്ലാം കണ്ട ഇത്താത്തമാരെല്ലാം കണ്ട സന്തോഷമെല്ലാമാണ്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പയും ഉമ്മയും. പിന്നെ എൻ്റെ ഉമ്മ ഉപ്പ, പിന്നെ ഉപ്പാൻ്റെ മടിയിലിരിക്കുന്നത് എൻ്റെ അനിയത്തിൻ്റെ മോളാണ്. ഓള് കരയുന്നത് എൻ്റെ മാപ്പിളിനെ കണ്ടിട്ട് തന്നെയാണ്. കുരുത്തക്കടലെല്ലാം കളിക്കുമ്പോൾ അനിയത്തി എൻ്റെ മാപ്പിളിൻ്റെ പേര് പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പേടിപ്പിക്കലുണ്ട്. അപ്പോൾ ഇവരെ കണ്ടേരോ വേഗം ഉപ്പാൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഒളിച്ചു നിന്നതാണ്. എൻ്റെ കരയല. അനിയത്തി വരുമ്പം തന്നെ വണ്ടിയിൽ നിന്ന് ചോദിച്ചിന് പോലും മൂത്തമ്മ വരുന്നുണ്ടോ. കാരണം ഓൾ എന്നെ ഫോൺ വിളിച്ചിനേനു, നീ എത്ര മണിക്ക് എത്താന്നെല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ ഓളെ വീട് ഇരിട്ടിയാണ്. അപ്പോൾ ഓളങ്ങനെ വരണ്ടേ.
അപ്പോൾ ഓളവിടെ നിന്ന് നേരത്തെ പുറപ്പെട്ടരോ എന്നെ ഫോൺ വിളിച്ചാലോ ഇവള് ചോദിക്കുന്നുണ്ടേനു മൂത്തമ്മ വരുന്നുണ്ടാന്ന്. കാരണം ഞാൻ വരുമ്പോൾ എന്തായാലും ഷെമീർക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അന്നാ വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് അന്നേരേ കരച്ചിൽ തുടങ്ങിയിരുന്നാ പറഞ്ഞത്. അത് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും ചിരിച്ചത്. അങ്ങനെ പിന്നെ മോനെ പള്ളിയിൽ പോകാൻ സമയമായാലോ മാറ്റിച്ചെടുക്കലായി. ഓളപ്പെങ്ങളാണ് മാറ്റിച്ചെടുക്കുന്നത്. മാറ്റിച്ചെടുക്കാനും ഭയങ്കര എല്ലാവരും തിരക്കൂട്ടലും കാര്യങ്ങളല്ലേനു. ആൾക്ക് ഭയങ്കര ടെൻഷൻ്റെ മുഖം വെച്ചിട്ടുള്ള. ഇവൻ്റെ പേര് ഇസാക്ക് എന്നാണ്. അപ്പോൾ ഇസാക്കിന് ഭയങ്കര ടെൻഷൻ്റെ മുഖമെല്ലാം ഉള്ളത്. കാരണം ഓനക്കെന്തോ പേടി. ഇതേപോലെ അന്ന് റെഡി ആയിട്ടില്ല എന്നല്ലോ അന്ന് സുന്നത്ത് ചെയ്യാൻ പോയത്. അപ്പോൾ അങ്ങനെ ഏറ്റവും കൊണ്ടുപോകുന്നതെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ ഫുള്ള് എന്തല്ലോ ഒരു ഹാപ്പി അല്ലാത്ത പോലെയാണല്ലേ. പിന്നെ നമ്മൾ മാറ്റിച്ചെടുത്തെല്ലാം കഴിഞ്ഞ് തൊപ്പിയെല്ലാം ഇട്ട് കൊടുക്കാൻ ആകുമ്പോൾ തൊപ്പി വേണ്ട, തൊപ്പി ഇടൂല എന്നല്ല പറയുന്നത്. അത് എന്നിട്ട് എൻ്റെ അനിയത്തി ഈ 2 സൈഡിലുള്ളത് കേട്ടോ. എൻ്റെ അനിയത്തിമാർ റെഡ് ഇട്ടതും അതിൻ്റെ അപ്പുറമുള്ളതും. ഞാൻ തൊപ്പി ഇടൂല, തൊപ്പി ഇടുന്നില്ല അങ്ങനെയല്ല പറയുന്നത്. അപ്പോൾ പിന്നെ അനിയത്തി പറയുന്ന മമ്മൂട്ടിയാണ് തൊപ്പി ഇട്ടാൽ മമ്മൂട്ടിനെ പോലെ ഉണ്ട് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ കുറേ പ്രോത്സാഹിപ്പിച്ച്. പക്ഷേ ആളൊന്നിനും അങ്ങനെ അടുക്കുന്നില്ല. ലാസ്റ്റ് അനിയത്തിൻ്റെ മോള് തൊപ്പി ഇട്ടുകൊടുത്തതിന് ശേഷമാണ് അത് വെച്ചേ. അതുവരെ മൂപ്പർ വെക്കുന്നില്ലേനു. ഞാൻ ഇടൂല എന്ന് തന്നെ പറയുന്ന. തീരെ ഹാപ്പിയല്ല. അങ്ങനെ എല്ലാവരും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ലാസ്റ്റ് തൊപ്പി ഇടിയിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നല്ല ഇതന്നെ എല്ലാം കഴിഞ്ഞ് എല്ലാവരുമായി നമ്മൾ ഇങ്ങനെ പോകുന്ന ഒരു സന്തോഷത്തിൽ ഇങ്ങനെ കെട്ടിപ്പിടുത്തെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലേനു. എല്ലാവരും ഓരോ സ്റ്റെപ്പായി ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടല്ലോ മുത്തുന്നെല്ലാം ഉണ്ടേനു. അനക്കും എൻ്റെ വേറൊരു അനിയത്തിക്കും പെൺകുട്ടികളാണ്, 2 പെൺകുട്ടികളാണ്. അനക്കും 2 ഓക്കും 2. പിന്നെ വേറൊരു അനിയത്തിക്കാണ് ഒരു മോനുള്ളത്. അപ്പോൾ നമ്മൾ 4 പെൺകുട്ടിയുടെ ഇടയിൽ ഒരു ആൺകുട്ടിയുള്ളൂ. അതിൻ്റെതായ കുറച്ച് ഒരു എന്താ പറയുക എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളും അതെല്ലാം ഉണ്ട്. അതൊരു സന്തോഷം തന്നെയല്ലേ. അപ്പോൾ അതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അങ്ങനെ ഇതാ എല്ലാവരെ സ്നേഹപ്രകടനമെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. അതിനെല്ലാം ഭയങ്കര തിരക്കും കാര്യങ്ങളല്ലേനു. ഓരോരാളായിട്ട് ഓനെ ഫുള്ള് കുഴഞ്ഞിനി. എല്ലാവരും കെട്ടിപ്പിടുത്തെല്ലാം കഴിയുമ്പോൾക്ക് എന്താ ഈ സംഭവം എന്നെല്ലാം മൊത്തം ചിന്തിക്കുന്നുണ്ടാവും. അന്നെന്നാ എല്ലാവരും കൂടി ചെയ്യുന്നത്. ഫസ്റ്റെല്ലാം ഗിഫ്റ്റെല്ലാം കിട്ടിയാലോ നല്ല മൂടേനുവേ. പിന്നെയാണ് മൂടെല്ലാം അങ്ങ് മാറിയേ. പിന്നെ ഇതാ അവളെ പെങ്ങളാ മാപ്പിള ഓരോടത്ത് പോയാലോ നല്ല ഹാപ്പി ആയിട്ട് ഉണ്ടേനു. നല്ല സന്തോഷമാണ്. കാരണം അവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഭയങ്കരമായിട്ട് കൂട്ടായതുകൊണ്ട് തന്നെ നല്ല ഹാപ്പി അല്ലേനു. പിന്നെ ഇതുവരെ ടെൻഷൻ വിട്ട് മാറിയിട്ടില്ല ആളെ മുഖത്തുനിന്ന്. അന്നെ ഇത് ഒന്നും കൂടി സുന്നത്ത് ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ് അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത് നമ്മളെല്ലാവരും അവിടെ നിന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതേപോലെ റെഡിയാക്കിയിട്ടില്ലേനോ അന്ന് പോയത്. പിന്നെ അന്ന് ഇങ്ങനെ വലിയ പ്രോഗ്രാമൊന്നും വെച്ചിട്ടില്ല. കാരണം ഫുള്ള് കരച്ചിലും അങ്ങനെയെല്ലാം ആവൂലേ. അതുകൊണ്ട് തന്നെ തീരുമാനിച്ചതേനു പള്ളി പോകുന്ന സമയത്ത്, നമ്മളിവിടെ പള്ളി കിച്ചൽ എന്നാണ് പറയുക. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് എല്ലാം ചെയ്യാമെന്നെല്ലാം വിചാരിച്ചിട്ട് ഇന്നാണ് കുറച്ചൊരു ചെറിയൊരു ഫങ്ഷനായിട്ട് വെച്ചത്. പിന്നെ ഇതാ അവരങ്ങനെല്ലാം പള്ളിയിലെല്ലാം പോയി. പിന്നെ ഞാൻ കാര്യമായിട്ടൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഫുഡ് കഴിക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഗിഫ്റ്റെല്ലാം അൺബോക്സ് ചെയ്യല. ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തിട്ട് എല്ലാവർക്കും ഭയങ്കര തിരക്കേനു. ഓൻ്റെ കൈമേലൊന്നല്ല കിട്ടുന്നത്, ബാക്കിയുള്ളവർക്ക് ഫുള്ള് തിരക്ക്. അതിൻ്റെ കൂടെ എൻ്റെ അനിയത്തിയും ഉണ്ട്. ഓക്കെന്ന് പറഞ്ഞാൽ ചെറുതിലേ ഇങ്ങനെ ഗിഫ്റ്റെല്ലാം അൺപാക്ക് ചെയ്യാനെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അതിനെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. ഞാനും മറ്റേ അനിയത്തിയും അങ്ങനെ നിൽക്കാറില്ല.
എല്ലാത്തിനും ഇവളാണ് ഭയങ്കര താല്പര്യം കാണിക്കൽ. പിന്നെ ഇതാ മക്കളും അതേപോലെ നല്ല കൂടിയിട്ട് ഇരുന്നിട്ട് എല്ലാവരും നല്ല രീതിയിൽ ഗിഫ്റ്റെല്ലാം പൊട്ടിക്കുന്നുണ്ട്. പിന്നെ ഓരോരാളായിട്ട് ഡ്രസ്സെല്ലാം മോനക്ക് കൊടുത്തത്. ഫസ്റ്റ് നമ്മൾ സുനത്ത് ചെയ്യാൻ പോകുന്ന സമയത്ത് കുറേ കളിക്കുന്ന സാധനം വാങ്ങിക്കൊടുത്തിനെ. പിന്നെ അതെല്ലാം കുറേ കിട്ടീനി. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ആരും ടോയ്സൊന്നും അങ്ങനെ വാങ്ങിയിട്ടില്ല. കാരണം ഓനെല്ലാം വേഗം പൊട്ടിക്കുന്നതുകൊണ്ട് ഇപ്രാവശ്യം അങ്ങനെ വാങ്ങിയിട്ടില്ല. വെറുതെ കുറേ വാങ്ങിയിട്ട് അതെല്ലാം പൊട്ടിച്ചിട്ടാൽ പിന്നെ അതങ്ങ് കഴിഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഡ്രസ്സും ആൺകുട്ടികൾക്ക് പിന്നെ മെയിനായിട്ട് ഷർട്ടും പാൻറ്റും അങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റൂ. അങ്ങനെ ഓരോരാളെ ഡ്രസ്സെല്ലാം നമ്മൾ നോക്കലാണ്. പിന്നെ അനിയത്തി ഷൂവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓളോട് പ്രത്യേകം ഫോൺ വിളിച്ചേരം പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് കത്തുന്ന ഷൂവാണ് വേണ്ടത്. അങ്ങനെ ഇതാ പിന്നെ എൻ്റെ ടീഷർട്ടും പാൻറ്റും എനിക്ക് ഭയങ്കര ഇഷ്ടമായിന്. അത് അങ്ങനത്തെ മോഡൽ വേണമെന്ന് പറഞ്ഞിന് അനിയത്തി പറഞ്ഞിട്ടുണ്ടായിന്. ഓന് കണ്ടേരോ അങ്ങനത്തെ മോഡൽ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അതുകൊണ്ട് അത് മൂപ്പരുടെ കൈമ തന്നെ ഉണ്ട് കേട്ടോ. അത് മൂപ്പരുടെ കൈമ തന്നെ പിടിച്ച് വെക്കുന്നുണ്ട്. പിന്നെ ഷൂവും നല്ല ഇഷ്ടമായില്ലേ. കത്തുന്ന ഷൂ വേണമെന്ന് പറഞ്ഞ് പ്രത്യേകം ഓളെ ഫോൺ വിളിച്ചിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെല്ലാവരും ഡ്രസ്സെല്ലാം നോക്കി. പിന്നെ അവിടുന്ന് കൊടുത്തതൊന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മളത് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും എങ്ങനെ ഉമ്മയും അനിയനും അനിയത്തിയെല്ലാം കൊടുത്തതെന്ന് ഇങ്ങനെ നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം തന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറേ തമാശകളും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിന്. എല്ലാവരും ഓരോ ഭാഗത്തല്ലേ, അപ്പോൾ ഇങ്ങനെ ഒത്തുകൂടുമ്പോൾ ഒരു നല്ല സന്തോഷമല്ലേനു. പിന്നെ കുറേ ഭാഗങ്ങളൊന്നും ഞാൻ അങ്ങനെ ഷൂട്ട് ചെയ്തിട്ടില്ല. പിന്നെ ഇതാ മക്കളെല്ലാവരും നല്ല ഹാപ്പി തന്നെ. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വേഗം അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഉച്ച കഴിഞ്ഞ ഉടനെ ഒരു 3:30-4 മണിയാകുമ്പോൾ തന്നെ ഞാൻ ഇറങ്ങിന്. പിന്നെ അനിയത്തിയും ഉമ്മയും എല്ലാം ഇറങ്ങാൻ കുറച്ച് ലേറ്റായിന്. പിന്നെ എനിക്ക് കുറേ സമയം അവിടെ ഇങ്ങനെ ഇരിക്കുന്നല്ലോ ഒരു ബുദ്ധിമുട്ടെല്ലാം തോന്നുന്നുണ്ട്. പിന്നെ ഇക്കാക്ക് ഒരു ട്രിപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആയതുകൊണ്ട് ഞാൻ വേഗം ഇറങ്ങിയിട്ടുണ്ടായിന്. പിന്നെ ഇതൊക്കെയെല്ലാം തന്നെ ഇന്നത്തെ വിശേഷവും ചെറിയൊരു പ്രോഗ്രാമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ടോ വ്ളോഗായിട്ടോ വരുന്നവരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.